ഡെയ്സി ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ മാജിക് റിങ്ങാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മാജിക് റിങ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാനറിയില്ല, ബട്ട് വീഡിയോയിലുള്ള പോലെ ചെയ്യാം. ഡെയ്സീൻ്റെ സെൻറ്ററിൽ യെല്ലോ ആയതുകൊണ്ടാണ് നമ്മൾ യെല്ലോ എടുത്തത്. അതല്ല കുറച്ചും കൂടി ക്യൂട്ട്നെസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളേഴ്സോ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം മാജിക് റിങ് സെറ്റായിട്ടുണ്ട്. ഇനി 6 സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ ഹൂക്ക് ഡയറക്റ്റ്ലി ആ റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇനിയിപ്പം കിട്ടിയ 2 ലൂപ്പിലേക്കൂടും ആണ് കടന്നു പോകണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അങ്ങനെ 5 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 6 സിംഗിൾ ക്രോഷ്യ റെഡിയാവും. ഇതിപ്പോൾ ഉള്ളത് 2ാമത്തെ സിംഗിൾ ക്രോഷ്യയാണ്. മൂന്ന്, 4, 5, 6. ഇനി നമ്മുടെ ആ ഒരു ലൂപ്പ് ജസ്റ്റ് നല്ല ടൈറ്റ്ലി പുള്ള് ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യേൻ്റെ ആ ഒരു വി ഉണ്ടല്ലോ, അതിലേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ടുള്ള ലൂപ്പ് ഡയറക്റ്റ്ലി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ലൂപ്പിലേക്ക് ചെയ്യാം. ഇനി റൗണ്ട് 2ൽ 6 ഇൻക്രീസാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ 1ാമത്തെ സിംഗിൾ ക്രോഷ്യേൻ്റെ വി ഉണ്ടല്ലോ, അതിൽ 2 സിംഗിൾ ക്രോഷ്യ ഒരു ചെയിനിൽ ചെയ്യാം. അതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ചെയ്ത സ്റ്റിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യും. ഞാനവിടെ സേഫ്റ്റി പിന്നുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ ഉണ്ട്, സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ സിംഗിൾ ക്രോഷ്യ ആ ഒരു സെയിം സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അതിനെയാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ 6 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 12 ചെയിൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ കഴിയും. ഇപ്പം കഴിഞ്ഞത് 2ാമത്തെ ഇൻക്രീസ്. മൂന്ന്, 4. അങ്ങനെ 5ാമത്തെ ഇൻക്രീസും ചെയ്ത് 6ാമത്തെ ഇൻക്രീസ് നമ്മൾ 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ 6ാമത്തെ ഇൻക്രീസും കഴിഞ്ഞു. ഇനി നമ്മുടെ ആ പിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു വി തൊട്ടിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ 6 ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ 12 വി നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നൊരിട്ട് ആ മാർക്ക് ചെയ്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഡയറക്റ്റ്ലി ആ ഒരു 2 ലൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് വൈറ്റ് കളർ, ഡെയ്സീൻ്റെ പെറ്റൽസിൻ്റെ വൈറ്റ് ഷെയ്ഡ് വൈറ്റാണ് കളർ ചേഞ്ച് ചെയ്യാണ് പോകുന്നത്. എന്നിട്ട് നമ്മുടെ വർക്കിംഗ് യാണും വൈറ്റ് യാണിൻ്റെ ലാസ്റ്റുള്ള ചെറിയ ഒരു ടെയിലുണ്ടല്ലോ, അതൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുക.
ഓർക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി വൈറ്റിയാണ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ ആ ഒരു വൈറ്റിയാണ് കട്ട് ചെയ്ത് പോകരുത്. ഇനി നമ്മൾ ചെയിൻ 3 ചെയ്യാം. ചെയിൻ 3 ചെയ്തതിന് ശേഷം ട്രബിൾ ക്രോഷ്യ ചെയ്യണം. അത് 3 എണ്ണം ചെയ്യണം. അതിനായിട്ട് 2 തവണ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് കയ്യിലുള്ള 4 യാൺസിൽ യാൺ ഓവർ ചെയ്തിട്ട് 2 യാൺസിലേക്കൂടെ മാത്രം പോവാം. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലേക്കൂടെ പോവാം. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിലേക്കൂടി പോയാൽ നിങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ റെഡി. അങ്ങനെ 2 എണ്ണം കൂടി ആ ഒരു സെയിം സ്റ്റിച്ച് തന്നെ ചെയ്യാം. അതായത് ലൂപ്പിലേക്കൂടെ കിടക്കുമ്പോൾ എപ്പോഴും 2 ലൂപ്പായിട്ട് നോക്കുക. രണ്ടാമത്തത് അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യം ആയതിന് ശേഷം വീണ്ടും ചെയിൻ 3 ചെയ്യാം. ആ ഒരു ചെയിൻ 3യും നമ്മുടെ സെയിം സ്റ്റിച്ച് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 3 ചെയ്യുക. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ നെക്സ്റ്റ് ചെയിനിലേക്ക് ചെയ്യാം. ഈ 3 ട്രിപ്പിൾ ക്രോഷ്യേഴ്സും ഒരു ചെയിനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെയുള്ള ചെയിൻ 3യും സ്ലിപ്പ് സ്റ്റിച്ചും ആ ഒരു സെയിം ചെയിനിൽ തന്നെ. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് പെറ്റൽ തുടങ്ങുമ്പം ചെയിൻ 3 ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയിനിലേക്കാണ് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യേഴ്സ് ചെയ്യുക. അങ്ങനെ 2 പെറ്റൽ റെഡിയായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് 3 പെറ്റൽസ് റെഡിയായി. ലാസ്റ്റ് പെറ്റലിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ പെറ്റൽസും എല്ലാ ചെയിനിലും ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്നത് 10ാമത്തെ പെറ്റലാണ്.
പിന്നെ ഈ ഡബിൾ ക്രോഷയും ട്രിപ്പിൾ ക്രോഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷയ്ക്ക് നമ്മൾ ഒറ്റ തവണ യാൺ ഓവർ ചെയ്യും, പക്ഷേങ്കിൽ ട്രിപ്പിൾ ക്രോഷയ്ക്ക് നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യും. ഇനി നമ്മുടെ ഫൈനൽ പെറ്റൽ. അങ്ങനെ നമ്മുടെ അവസാനത്തെ 11ാമത്തെ പെറ്റൽ ചെയ്യാൻ. ലാസ്റ്റുള്ള ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ആ ഒരു ചെയിനിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, അതിലും കൂടി ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ യാൺ കട്ട് ചെയ്യാം. ഈ ഒരു പെറ്റൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് റഫിൾ പെറ്റൽസാണ്. ഇനി നമ്മൾ ആ 4 ലൂപ്സും എല്ലാം തമ്മിൽ കെട്ടിയിട്ട് കട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് ഹെയർ ആക്സസറി ആക്കാൻ ക്ലിപ്പിലോ ബുഷിലോ ഒട്ടിക്കാം. നിങ്ങൾ കൈ നനയാതെ മീൻ പിടിക്കാതെ കട്ടില്ലേ, ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഹെയർ പിന്നാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ബാക്ക് ജാം ആക്കാൻ സേഫ്റ്റി പിൻസ് യൂസ് ചെയ്യാം. ഹെയർ പിൻ യൂസ് ചെയ്ത് ഹെയർ ആക്സസറി ആക്കാം. സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ബാക്ക് ജാമോ അല്ലെങ്കിൽ ഡ്രസ്സിലും വയ്ക്കാം. അതിൻ്റെ ഞാൻ പിക്ക് വീഡിയോ തന്നെ കൊടുക്കാം. ഇനി കുറച്ച് ഷോ ഓഫ് ആക്കാം. ഇവിടെ നിന്നാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. എനിക്ക് ഹെയർ പിൻ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അങ്ങനെ എങ്ങനെയൊക്കെയോ കുത്തി.